സബ് ഗായ്സ്, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയാം. നിങ്ങൾക്ക് ഇന്ന് ജോലിക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ജിം എന്തായാലും സ്കിപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? കൂടുതൽ പേരും ജിം സ്കിപ്പ് ചെയ്യാനേ നോക്കുള്ളൂ. പക്ഷേ നമുക്ക് ഈസി ആൻഡ് എഫക്റ്റീവ്, ടൈം അത്രയും കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ നമുക്ക് വർക്കൗട്ട് ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്ന ആ രീതിയിലേക്ക് എല്ലാം വർക്കൗട്ട്സ്. ഇപ്പോൾ അതിൻ്റെ ലെഗിൻ്റെ വെർഷൻ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഈസി ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ട്സാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ കരുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊക്കെ മസിൽസാണ് ടാർഗറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വേണം വർക്കൗട്ട് ചെയ്യാൻ. ഇപ്പോൾ കോമ്പൗണ്ട് എക്സസൈസ് ഒന്നും ചെയ്യേണ്ടത് അധികം ഒരു ആവശ്യമില്ല. ബാബൽ സ്ക്വാട്ട് ചെയ്തിട്ട് നിങ്ങളവിടെ ആവശ്യമായി കിടക്കുകയുള്ളൂ. സമയം ഉണ്ടാവില്ല പിന്നെ ജോലിക്ക് പോകാനായിട്ട്. അപ്പോൾ ഈസി ആൻഡ് എഫക്റ്റീവായിട്ട് കുറച്ച് വർക്കൗട്ട്സ് ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ടിങ് വിത്ത് ലെഗ് പ്രസ്. നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ നോക്കുന്ന ക്വാഡ്രിസെപ്സ് ആണ്. ലെഗിലൊരു മസിലാണ്, മെയിൻ കോമൺ ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന മസിലാണ് ക്വാഡ്രിസെപ്സ്. ബാബിൾ സ്ക്വാട്ട് ചെയ്യാൻ ഭയങ്കര ഹെവി ആയിരിക്കും, ഹെക്റ്റിക് ആയിരിക്കും, നിങ്ങൾ ടയർഡാവും. അപ്പോൾ നിങ്ങൾ ഈ വേണമെങ്കിൽ ലെഗ് പ്രസ് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ സീറ്റഡ് ലെഗ് പ്രസ് ചെയ്യണം, കാരണം എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇരുന്ന് മതി അടിക്കാം. അയ്യോ ചത്തെ, കുറച്ച് ടയർഡായിട്ടിരിക്കുകയാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ റെസ്റ്റിംഗ് ടൈം എടുക്കേണ്ടത് നിങ്ങളുടെ അത് റിക്കവർ ആയ രീതിയിൽ റെസ്റ്റ് എടുത്തോളൂ. സമയമില്ലായിരിക്കും എന്നൊക്കെയുള്ളത് സത്യമാണ്. അപ്പോൾ നിങ്ങൾ 3 സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആവശ്യം എന്താ വെച്ചാൽ ക്ലോസ് ടു ഫെറ്റീഗ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് സെറ്റിൽ ആക്കിയാലും മതി ക്ലോസ് ടു ഫെറ്റീഗ്. 3 സെറ്റ് ചെയ്യേണ്ട ഒരു നിർബന്ധമില്ല. നെക്സ്റ്റ് ഹാംസ്ട്രിങ്ങുകളാണ്. ഇപ്പോൾ നമ്മൾ ക്വാഡ്രിസെപ്സ് ടാർഗറ്റ് ചെയ്തു. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാംസ്ട്രിങ് ആണ്. ഹാംസ്ട്രിങ് മസിൽസ് സെയിം ടെക്നിക്ക് തന്നെയാണ്. ഞാൻ 3 സെറ്റ് ചിലപ്പോൾ ചെയ്യണമെന്നില്ല. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ സെറ്റിൽ തന്നെ എൻ്റെ മസിൽസ് ക്ലോസ് ടു ഫെറ്റീഗ് ആയാൽ ഞാൻ നിർത്തും. ഇപ്പോൾ ക്ലോസ് ടു ഫെറ്റീഗ് എന്ന് വെച്ചാൽ ടയേർഡ് ആവണേൻ്റെ, അതായത് മാക്സിമം എനർജി നമ്മൾ ഡിപ്ലീറ്റ് ചെയ്യണതിൻ്റെ ഒരു അടുത്തെത്തുക എന്നതിനാണ് എൻ്റെ ഒരു ടാസ്ക്. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ മസിൽ ഫൈബേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ടെക്നിക് രീതിയിലാണ് ഞാൻ എപ്പോഴും മസിൽസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹാംസ്ട്രിങ്ങുകൾ ആ രീതിയിലാണ് ചെയ്യിക്കുന്നത്. നിങ്ങൾ വെറുതെ 3 സെറ്റ് നിർബന്ധമായിട്ട് ഒരു നമ്പേഴ്സായിട്ട് എടുക്കണ്ട. എൻ്റെ ഗ്ലൂട്ട്സ് ഫാൻസിന് വേണ്ടി. ഇപ്പോൾ ക്വാഡ്രിസെപ്സ് ഹാംസ്ട്രിങ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പോണേ ഗ്ലൂട്ടിയസ് മാക്സിമസ്. ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലായിരിക്കും, എന്തായാലും ഗ്ലൂട്ട്സിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ പോകും. എണിക്കാൻ പറ്റുമെന്നുള്ളൂ. അയ്യോ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, കഫ് റൈസ്. അതിനു മുന്നേ